Good afternoon. Good afternoon, miss. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer. ഞാനാണ് മാം. കരുണയാലിൻ മനം നീ നിറയ്ക്കണം കരുണാമയനേ അകതാരിൽ വർഷിക്കും നിൻ സ്നേഹജ്വാലകൾ അലിവായി അറിവായി തന്നിടണേ കരുണയാലിൻ മനം നീ നിറയ്ക്കണം കരുണാമയനേ അകതാരിൽ വർഷിക്കും നിൻ സ്നേഹജ്വാലകൾ അലിവായി അറിവായി തന്നിടണേ ഞങ്ങൾ തൻ പാതകൾ നീ തെളിക്കണം നിൻ കൃപാരശ്മികൾ നൽകണമേ ജഗദീശ്വര കരുണാമയ കരുതലാൽ ഞങ്ങളെ ചേർത്തിടണേ ജഗദീശ്വര കരുണാമയ കരുതലാൽ ഞങ്ങളെ ചേർത്തിടണേ കരുണയാലിൻ മനം നീ നിറയ്ക്കണം കരുണാമയനേ അകതാരിൽ വർഷിക്കും നിൻ സ്നേഹജ്വാലകൾ അലിവായി അറിവായി തന്നിടണേ അലിവായി അറിവായി തന്നിടണേ പ്രയർ ബൈ വിദ്യുഷ. Thought of today. Good afternoon, everyone. I am Soumya. Today's thought: the only way to do great work is to love what you do. Steve Jobs. That means when you truly enjoy what you are doing, work doesn't feel like a burden. It becomes a joy. Passion gives you the energy to work harder, learn from mistakes, and keep improving. Whether it is studying, helping others, or creating something new, love for your work
make success natural and happiness lasting. Thank you. Have a nice day. Signing. ഞാനാണ് സൈനി. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. കാലുമേലെ കാലു കേട്ടി സോഫയിൽ ഇരുന്നു നീ, കാലുമേലെ കാല് കെട്ടി സോഫയിൽ ഇരുന്ന് നീ, മേനിയാകെ കോളു കേട്ടി ഒരേറു നോട്ടം കൊണ്ടിന്നലെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. താങ്ക് യു മാം. സൈൻ ബൈ നീമ. Good afternoon, ma'am. Good afternoon, ma'am. ക്ലാസ്സിൽ സ്ട്രെങ്ത് കുറവെന്താ? ഇത്രയും പേര് കയറാറുണ്ടോ? അല്ല മാം, ഒരു 32 പേരൊക്കെ മിക്കവാറും ക്ലാസ്സുകളിൽ കാണുന്നതാ. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയി? മാം, കഴിഞ്ഞ ക്ലാസ്സില് അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛനെ കാണാൻ പോയി. ഫാദർ ഇൻ ലോ. ശരി. ആ മാം എന്നെ തിരക്കിയെന്ന് ജയശ്രീ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ മാം എന്നെ തിരക്കിയെന്ന്. യൂണിറ്റ് 4 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജസ് കഴിഞ്ഞില്ലേ? ബ്രൂണറുടെ തിയറി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. Okay. Student later childhood children enter into Piaget concrete operation stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of situation and can universally experience what happens around them. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പിയാഷെ, ജീൻ പിയാഷെയുടെ ഒരു തിയറിയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, ഭൗതിക വികാസവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ ബ്രൂണറുടെ തിയറി പഠിച്ച പോലെ തന്നെ പിയാഷെ, ബ്രൂണറുടെ തിയറിയിൽ 3 സ്റ്റേജ് ആണെങ്കിൽ പിയാഷെ അതിനെ 4 സ്റ്റേജസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പിയാഷെയുടെ സ്റ്റേജസിലെ 3ാമത്തെ സ്റ്റേജ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ ബാക്കി 4 സ്റ്റേജസ് കൂടി പഠിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് കോൺക്രീറ്റ് ഓപ്പറേഷൻ മാത്രം പഠിക്കാം. ഈ സ്റ്റേജിൽ ഇതിൽ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതായത് പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ, ഇത് അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ, ജീൻ പിയാഷെ, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ജീൻ പിയാഷെ, അവിടെ പിയാഷെ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് ജീൻ പിയാഷെ. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റേജില് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില് ക്രിയേറ്റീവ് ആയിട്ടുള്ള വികസനമാണ് കുട്ടികളിൽ സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ they begin to think logically but are unable to think in abstract terms. ഈ ഒരു സമയത്താണ് കുട്ടികള് ലോജിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. കാരണം ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്, ലോജിക്കൽ തിങ്കിങ് ട്രൂത്ത്, യുക്തിപരമായിട്ട് ചിന്തിക്കും. പക്ഷെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ അങ്ങനെ അമൂർത്തമായിട്ടുള്ള വാക്കുകളോ അർത്ഥങ്ങളോ ഒക്കെ ഒന്നും അതൊക്കെ പഠിച്ചു വരുന്ന ഒരു സമയം അത്ര രീതിയിൽ തിങ്ക് ചെയ്യാനായിട്ട് ആയിട്ടില്ല. പക്ഷെ കുട്ടിക്ക് എന്താണ് ലോജിക്കൽ ആയിട്ട് തിങ്കിങ് ആരംഭിക്കുന്ന ഒരു സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. ഇനി ഈ ഒരു സമയത്ത് കുട്ടികൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ പവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അറ്റൻഷൻ ഉണ്ടാവും. എന്താണ് അറ്റൻഷൻ?
നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷൻ അല്ലെ എല്ലാ കാര്യങ്ങളിലും അറ്റൻഷൻ സംഭവിക്കുന്നു. Then reasoning and abstract thinking. എന്താണ് റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്? റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്താണ്? അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് എന്താ? അബ്സ്ട്രാക്ട് യുക്തിചിന്ത എന്ന് കേട്ടിട്ടുണ്ടോ? യുക്തിചിന്ത, ലോജിക്കൽ മീൻസ് യുക്തിചിന്ത കേട്ടിട്ടില്ലേ? യുക്തിചിന്ത എന്ന് പറഞ്ഞൊരു കാര്യത്തിന് അർത്ഥം അറിഞ്ഞൊക്കെ മനസ്സിലാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ എന്താണ്? They can focus on more than one aspects of a situation and can universally experience what happens around them. പിന്നെ എന്താണ്? അവര് കുറച്ചും കൂടി, അതായത് ഈ ഒരു സ്റ്റേജില് കുട്ടികൾ എന്താണ് ഒരു കാര്യത്തെ മാത്രമല്ല മനസ്സിലാക്കുന്നത്, അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നടക്കുന്ന, അതൊരു സാഹചര്യത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും പല വശങ്ങളിലൂടെ ചിന്തിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ, അതായത് അവർക്ക് സംഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, പല രീതിയിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന, ഇന്റലക്ച്വലി ആരംഭിക്കുന്ന ഒരു സമയമാണ് എന്താ കുട്ടികളുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു സ്റ്റേജ് മാത്രം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒരു സ്റ്റേജ് മാത്രം പറഞ്ഞപ്പോ അതിന് മുന്നേ എന്ത് നടന്നു, അതിന് ശേഷം ഒന്ന് നടന്നത് നമുക്കറിയില്ല അല്ലെ? നിങ്ങൾക്ക് അറിയില്ല. റെസ്പോണ്ട് ചെയ്യണേ ചോദിക്കുമ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും. പിന്നെന്താ മിണ്ടാതിരിക്കുന്നേ? ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി എന്ന് പറഞ്ഞ് ഒന്ന് നോട്ട് ചെയ്തേ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി, എന്നിട്ട് ബ്രാക്കറ്റില് ജീൻ പിയാഷെ എന്ന് എഴുതാം കേട്ടോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി, ജീൻ പിയാഷെ. Okay. Then note ചെയ്യാം. According to Piaget, note ചെയ്യാം. According to Piaget, Piaget ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്, നോക്കിയാൽ മതി. According to Piaget, intellectual development, according to Piaget, intellectual development arises, A-R-I-S-E-S, arises as a result of the interaction between the individual and the world. And passes, P-A-S-S-E-S, and passes through T-H-R-O-U-G-H, a series of sequential stages. ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്യാം. According to Piaget, intellectual development arises as a result of the interaction between the individual and the world and passes through a series of sequential stages.
യെസ് മിസ്. എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ. ഇവിടെ എന്താ പറയുന്നത്? പിയാഷെ എങ്ങനെയാണ് കുട്ടികളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അവൻ തന്നെ ചുറ്റുപാടുകളോട് ഇടപെടുമ്പോഴാണ് അല്ലെ, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എൻവയോൺമെന്റുമായിട്ട് ഓരോ ഇന്റലിജൻസും ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് വൈജ്ഞാനികമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വികസന കുഞ്ഞിന് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ആ വികസനം സംഭവിക്കുന്നത് പ്രധാനമായിട്ടും 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെ എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതായത് കുട്ടി അവന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപെടുമ്പോഴാണ് വൈജ്ഞാനികമായിട്ട് ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. അത് 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ആ 4 സ്റ്റേജസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യാം, മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് എഴുതിയാലും മതി കേട്ടോ. Major stages of intellectual development. Okay. ഇനി അത് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ. 4 ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. നോട്ട് ചെയ്യാം, സെൻസറി മോട്ടോർ സ്റ്റേജ് എഴുതട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലകഘട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലകഘട്ടം. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 0 to 2 years. 0 വയസ്സ് മുതൽ 2 വയസ്സ്, അതായത് ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള സമയമാണ്. 0 to 2 years. എഴുതിയല്ലോ? എഴുതി മിസ്. നെക്സ്റ്റ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അല്ലെങ്കിൽ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതിയോ? ഓരോ സ്റ്റേജസും അത് മതി. വേണ്ട അത് എഴുതണ്ട കേട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് വയസ്സാണെന്ന് പഠിച്ചല്ലോ നമ്മള്. ഏത് വയസ്സാണ്? 0 to 2 years. Yes. ഇവിടെ in the first 2 years എഴുതിക്കോളൂ. In the first 2 years ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ, ഓരോ സ്റ്റേജിന്റെ താഴെയായിട്ട്. In the first 2 years ഒരു കോമേഡ ഇൻഫാൻസ് ശിശുക്കൾ, ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ്, ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് 2 years പിയാഷെ പറയുന്നത് കുട്ടികളുടെ മെന്റൽ ആക്ടിവിറ്റീസ് മാത്രമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് അവർ മാനസികമായിട്ട് മനസ്സിൽ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കുട്ടിയിൽ നടക്കുന്നുള്ളൂ പറയുന്നത് 2 years വരെ. അതാണ് സെൻസറി മോട്ടോർ. അതായത് നമ്മൾ പല കാര്യങ്ങളും കണ്ടറിയാണ് കുട്ടികൾ, അല്ലെങ്കിൽ അതിനെ പറ്റി പറയാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ സെൻസ് ചെയ്യാന്ന് പറയുന്നത്. എന്താണ് സെൻസറി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അതിനെ സെൻസറി? ഇതാണ് സെൻസ്, മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ കോർഡിനേഷൻ ഓഫ് റിഫ്ലക്സസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേണ്ട. ഓക്കെ, ഒബ്ജക്റ്റ് പെർമനൻസ് എന്നൊരു പോയിന്റ് എഴുതിക്കൊള്ളൂ കേട്ടോ. ഒബ്ജക്റ്റ് പെർമനൻസ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ അടുത്ത പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്തായിരിക്കും? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് ഒരു വസ്തു. അതായത് വസ്തുക്കളൊക്കെ തിരിച്ചറിയാനായിട്ട് ഒബ്ജക്റ്റ് പെർമനന്റ് ആയിട്ട് തിരിച്ചറിയാം. അതായത് ഇപ്പൊ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം ഒന്ന് ആലോചിക്കും അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഒരു തുണിയുടെ അടിയിൽ നമ്മളൊരു ബോൾ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കൂടി ഒരു തുണി വിരിച്ചിട്ടാക്കാന്ന് വിചാരിക്കും. ഓക്കെ, അത്യാവശ്യം വലിയൊരു ബോൾ അതിന്റെ മുകളിൽ എന്താണ്
നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചേ. അതിന് മുകളിലായിട്ടൊരു നമ്മളുടെ ഷോളോ എന്തെങ്കിലും ഒരു കർട്ടൻ നമ്മൾ വിരിച്ചിട്ടിരിക്കുക. ഓക്കെ, യെസ്. ഇത് കുട്ടി കണ്ടിട്ട് കുട്ടി എന്ത് പറയും? അതിനുള്ളിൽ എന്താണ്? ഇതിനുള്ളിൽ എന്താണ്? Ball. ബോൾ. ബോളാണെന്ന് തിരിച്ചറിയുന്നു അല്ലെ? ബോളാണെന്ന് തിരിച്ചറിയുന്നു. അതാണ് എന്ത്? ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. അതായത് കണ്ടു കഴിയാൻ അതിന്റെ രൂപസാദൃശ്യമായിട്ട് ഷേപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് കുഞ്ഞിന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ പിക്ചർ അല്ലെങ്കിൽ ആ ഒരു വസ്തു എവിടെ കണ്ടാൽ അത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് കുഞ്ഞിന് ഈ ഒരു സ്റ്റേജിൽ തിരിച്ചറിയും. ഓക്കെ, യെസ്, അതാണ് ഒബ്ജക്ട് പെർമനൻസ്. ഇപ്പൊ ബോള് മാത്രമല്ല മറ്റ് സാധനങ്ങൾ എന്താണെങ്കിലും എന്താണ് അത് തന്നെയാണ് നമ്മൾ ഉറച്ചു പറയുന്നതാണ് എന്ത്? ഒബ്ജക്ട് പെർമനൻസ് പറയുന്നത്. ഓക്കെ, യെസ്. സെൻസറി മോട്ടോർ സ്റ്റേജിൽ പ്രധാനമായിട്ട് ഈ രണ്ട് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഒന്ന് മെന്റൽ ആക്ടിവിറ്റീസ് വരുന്നത്, അതേപോലെ തന്നെ ഒബ്ജക്റ്റുകളെ പെർമനന്റ് ആയിട്ട് തിരിച്ചറിയുന്നു എന്നതാണ് പിയാഷെ ഈ സെൻസറി മോട്ടോർ സ്റ്റേജിൽ 0 to 2 years നടക്കുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്. ഇപ്പൊ അത് കുട്ടി ഇന്റലക്ച്വൽ ആയിട്ടല്ലേ കണ്ടുപിടിക്കുന്നതിനിടയിൽ ബോള് തന്നെയാണെന്ന് അവനില് വൈജ്ഞാനികമായി ഇന്റലക്ച്വലി വികാസം സംഭവിക്കുന്നത് കൊണ്ടല്ലേ പിന്നെ ഇത് തിരിച്ചറിഞ്ഞത് അല്ലെ? യെസ്. അടുത്ത സ്റ്റേജ് ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. പ്രീ ഓപ്പറേഷണൽ, PRE കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടാം. ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ, OPRATIONAL ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് നമ്മൾ സൈക്കോളജിയിൽ മലയാളത്തിൽ പറയുന്നത് കേട്ടിരുന്നാൽ മതി, എഴുതണ്ട. പ്രാക് മനോവ്യാപാര ഘട്ടം. സൈക്കോളജിയിൽ പറയുന്നത് എങ്ങനെയാണ്? ഇതിനെ പ്രാക് മനോവ്യാപാര ഘട്ടം എന്നാണ് ഈ സ്റ്റേജിനെ പറയുന്നത് കേട്ടോ. നിങ്ങളത് അറിഞ്ഞിരുന്നാൽ മതി. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പൊ നോക്കി, ഇത് ഏത് വയസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ ഈ സ്റ്റേജ് ഏത് വയസ്സ് മുതലായിരിക്കും? 2 അല്ലെ? 2 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഉണ്ടാവും? 7 വയസ്സ് വരെയുള്ള കാലഘട്ടം കേട്ടോ. 2 to 7 years എഴുതാട്ടോ അവിടെ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 years ആണ്. ഓക്കെ, യെസ്. ഇനി താഴെ എഴുതാം. ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? എന്തൊക്കെ ഇന്റലക്ച്വലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്? മെന്റൽ ഇമാജസ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ ലെക്ചറിനോട് പോലെ എഴുതിപ്പോക്കോളൂ കേട്ടോ. മെന്റൽ ഇമാജസ് അവിടെ ഇങ്ങനെ ഹൈഫൺ ഇട്ട് എഴുതി പോയാൽ മതി, മനസ്സിലാക്കിയാൽ മതി. മെന്റൽ ഇമാജസ്, സിംബോളിക് ആക്ടിവിറ്റീസ്. അതായത് ഒരു പിക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിൽ ഉൾക്കൊള്ളാനും അതിന്റെ പിക്ചർ മനസ്സിൽ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ എന്താണ് സിംബോളിക് ആയിട്ടുള്ള സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞ് പഠിക്കാനൊക്കെ ആരംഭിക്കുന്നത് 2 to 7 yearsലാണെന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ വൊക്കാബുലറീസ് അവിടെ ഉപയോഗിക്കുകയാണ്. അവിടെ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ പലതരം വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് അപ്പൊ എന്താണ് വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജ് ആണ് അല്ലെ? ഭാഷാ വികസനം നടക്കുന്ന സ്റ്റേജ് ആണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജില്. ഓക്കെ, കേട്ടോ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, എത്തിയോ? ഇപ്പൊ പറഞ്ഞ ഈ 2 സ്റ്റേജിലെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരുന്നു, വ്യക്തമായി മനസ്സിലായി. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്, ഈ ഒരു സ്റ്റേജിൽ നടക്കുന്ന മറ്റൊരു പ്രോസസ് ആണ് ആനിമിസം. കേട്ടിട്ടുണ്ടോ നിങ്ങള് ആനിമിസം? ഇല്ല, നോട്ട് ചെയ്തേ. ആനിമിസം, ANIMISM, ANIMISM, അനിമിസം. എന്തായിരിക്കും ഇത്? ഈ ഒരു സ്റ്റേജിൽ കുട്ടിയിൽ നടക്കുന്ന ഒരു തരം പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു തരം ചിന്താഗതിയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ കുട്ടികളെ പാവയിലേക്ക് എടുത്തിട്ട് അവരോട് സംസാരിക്കുന്നുണ്ടല്ലേ? നമ്മള് പാവയെടുത്ത് സംസാരിക്കും, വർത്തമാനം പറയവരോട്, ഭക്ഷണം കൊടുക്കും, പോകുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ഒരു ജീവനില്ലാത്ത വസ്തുവിനെ ജീവനുള്ള വസ്തുക്കളായിട്ട് കാണുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? അനിമിസം എന്ന് പറയുന്നത് കേട്ടോ. അത് ഈ ഒരു സ്റ്റേജിൽ, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഇത് അനിമിസം എന്ന പ്രോസസ് കുട്ടികളിൽ നടക്കുന്നത്. അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള വസ്തുവായിട്ട് കാണുന്നത്. അതായത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ആ ഒരു ടൈം
ടൈം പീരീഡ് വെച്ച് നോക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായോ അനിമിസം എന്താണെന്ന്? ശരി, ഇത്രയും ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള വസ്തുക്കളായിട്ട് കാണുന്നതിനെയാണ് നമ്മൾ അനിമിസം എന്നുള്ള കോൺസെപ്റ്റിൽ പറയുന്നത്. മിസ്സേ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് കഴിഞ്ഞ അടുത്ത പോയിന്റ് ആയിട്ട് അനിമിസം എഴുതിയാൽ മതി അല്ലേ? എഴുതാം. ഓക്കെ, അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? മെന്റൽ ഇമാജസ് വരുന്നുണ്ട്, സിംബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, അനിമിസം എന്നൊരു കോൺസെപ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ്സേ, ഈ കുട്ടികളെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് അവരെ ഒറ്റയ്ക്ക് കളിക്കുക, അവരുടേതായിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അതെ അതെ, അതായത് അവര് വസ്തുക്കൾക്ക് ജീവൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ അതിനെ പെരുമാറുന്നത് അല്ലെ. അത് സമയത്ത് ഭക്ഷണം കൊടുക്കും, പാവയാണെങ്കിൽ പാവന് ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, ഇതൊക്കെ ഭക്ഷണം കൊടുത്ത് ശരിക്കും മേമ്പൊക്കെ ആവും അല്ലെ. അതിനെ പാവടൊക്കെ മേമ്പൊക്കെ പോകുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവരെ കൊണ്ടുപോകും. അവരൊരു അംഗമായിട്ട് അല്ലെങ്കിൽ ജീവനുള്ള ഒരു വസ്തുവായിട്ട് കാണുകയാണ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്താ അനിമിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. CONCREPE, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. നെക്സ്റ്റ് കിടപ്പുണ്ട് കേട്ടോ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. അതിന് മുൻപായിട്ട് അത് ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്? ഏത് ഇയർ ആയിരിക്കും അതിപ്പോ? 7 to 11 ഇയേഴ്സ് കേട്ടോ. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഓക്കെ, ഇത് നമ്മള് സൈക്കോളജിയിൽ പറയുന്ന പേരാണ് മൂർത്ത വ്യാപാരഘട്ടം. മൂർത്ത വ്യാപാരഘട്ടം. ഓക്കെ, യെസ്. ഈ സ്റ്റേജിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ നോട്ട് ചെയ്ത് വെക്കോളൂ. ക്രിയേറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് അല്ലെ. ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് കേട്ടോ. ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്, ലോജിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ഫസ്റ്റ് എമർജ് ചെയ്യുന്നത് ഈ ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിയിൽ എന്ത് സാധിക്കുള്ളൂ? ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ആദ്യം എഴുതേണ്ടത് ലോജിക്കൽ തിങ്കിങ് ആയിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ലോജിക്കൽ തിങ്കിങ്ങിന് ശേഷം ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് എഴുതാം കേട്ടോ. ഓക്കെ, then inductive and reductive reasoning. Inductive and inductive, 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 inductive and deductive, deductive, DECTIVE, deductive reasoning. Inductive and deductive reasoning, reasoning. എന്താണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്? അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്ന കുട്ടികള് വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് അവ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുക, അതിന്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, വ്യക്തിപരമായി ചിന്തിക്കാനും അതോടൊപ്പം തന്നെ എന്താണ് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനും ആരംഭിക്കുന്നു. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് understanding the principles of, understanding the principles of, understanding the principles of conservation, 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 understanding the principles of conservation. എന്നിട്ട് അതിന്റെ താഴെ ഒരു ഹെഡ്ലൈൻ കൊടുത്തു കേട്ടോ. ഇതിന് താഴെ ഒരു അണ്ടർലൈൻ ചെയ്തേ, ഹെഡ്ലൈൻ അല്ല അണ്ടർലൈൻ ചെയ്തേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി എന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്? കുട്ടികൾ ഒരു സമയത്തില്
കൃത്യമായിട്ട് പല കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കും അല്ലെ. കൺസർവേറ്റഡ് ആകുമ്പോൾ എന്താണ് അതിൽ സ്ഥിരമായിട്ട് പല കാര്യങ്ങൾ അവർ പഠിക്കും. എന്താണ് അങ്ങനെ കൺസർവേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് കുട്ടികൾ പഠിക്കുന്നു? അതിന്റെ താഴെ എഴുതി പോവാട്ടോ. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, NUMBERS, നമ്പേഴ്സ്. കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് വോളിയം. വോളിയം എന്താണ്? വ്യാപ്തം അല്ലെ. ഓക്കെ. Then conservation of mass, conservation of mass, conservation of mass. For understanding the principles of conservation എന്തൊക്കെ വരുന്നുണ്ട്? Conservation of numbers. എന്താണ് numbers എന്ന് പറയുമ്പോൾ? നമ്പേഴ്സുകള് പഠിക്കുന്നത് അല്ലെ, എണ്ണാനും അല്ലെങ്കിൽ ഡിസെൻഡിങ് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അതിന്റെ മറ്റ് വേരിയേഷൻസ് ഒക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ എന്താണ് കൺസർവേഷൻ ഓഫ് വോളിയം. നമ്മുടെ കുട്ടികള് വോളിയം ഒക്കെ കണ്ടുപിടിക്കുന്നത് ഏത് ക്ലാസ്സിൽ എത്തുമ്പോഴാണ്? ഏത് ക്ലാസ്സിൽ എത്തുമ്പോഴാണ്? ഏത് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴാണ് വോളിയം ഒക്കെ പഠിക്കുന്നത്? നിങ്ങളിപ്പോ ഏജ് നോക്കിയിട്ട് ആൻസർ പറയണം കേട്ടോ. നമ്മുടെ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് പറയുന്നത്? 7 വയസ്സ് ടു 11 വരെയാണ് അല്ലെ. സ്റ്റാൻഡേർഡ് 6th തുടങ്ങിയവർ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ് വോളിയം, അതേപോലെ തന്നെ മാസ്. മാസ് എന്താണ്? കൺസർവേഷൻ ഓഫ് മാസ്. മാസ് എന്താ? മാസ്, MASS, മാസ്. അളവ്, അളവ് അല്ലെങ്കിൽ പറയല്ലേ നമ്മള്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് നടക്കുന്ന കുട്ടികളിൽ സ്ഥിരമായിട്ട് അവർ പഠിക്കുന്ന കുറച്ച് സ്ഥിരത കൈവരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്? നമ്പേഴ്സ്, വോളിയം ആൻഡ് മാസ്. പിന്നെ ഈ ഒരു സമയത്ത് പഠിക്കുന്ന മറ്റൊരു കാര്യമാണിത് നമ്പറുമായി ബന്ധപ്പെട്ട്. നോട്ട് ചെയ്യാം. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. Seriation, SERIATION, seriation and classification. Classification എന്താണ്? ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ്. ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ്. ഒന്നും കൂടെ പറയോ പോയിന്റ്? Seriation and classification. ശ്രേണീകരണത്തിനും തരം തിരിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികള് സംഭവിക്കുന്നത്. ഓക്കെ. എഴുതിയോ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? റിവൈസബിലിറ്റി ഓഫ് തോട്ട്. എഴുതാട്ടോ. റിവൈസബിലിറ്റി ഓഫ് തോട്ട്. Revisability, REVESIBILTY, revisability of thought, THOUGHT, revisability of thought. എന്താണ് റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത്? മലയാളത്തിൽ എഴുതി വെക്കുക. പ്രത്യാവർത്തന ചിന്ത, പ്രത്യാവർത്തന ചിന്ത. എന്താണ് റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ? റിവൈസ് ചെയ്യാന്ന് പറയുന്നത് എന്താ? റിവൈസബിൾ, മുന്നേയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കും. യെസ്, വെരി ഗുഡ്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് അല്ലെ. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ദ ടൈം പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലെ. കുട്ടിക്ക് മുന്നിലുള്ള കാലഘട്ടത്തെ കുറിച്ചും പുറകിലുള്ള കാലഘട്ടത്തെ കുറിച്ചും ഭാവിയിലേക്ക് എന്താണ് ചിന്തിക്കാനായിട്ട് കുഞ്ഞ് ആരംഭിക്കുന്ന ഒരു സമയമാണെന്ത്? റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന ഒരു പ്രോസസ് നടക്കുന്നത്. ഓക്കെ. എഴുതിക്കോളൂ. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് in the time, in the time past, present and future. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? പ്രത്യാവർത്തന ചിന്ത അഥവാ റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത് കാലഘട്ടത്തെ മുന്നിലോട്ടും പിന്നിലോട്ടും ചിന്തിക്കാനായിട്ട് ഇതിന് കഴിയുന്നതാണ് എന്ത്?
ഡിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ഓക്കെ, ക്ലിയർ? യെസ്, മാത്രമല്ല കുട്ടി റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലേക്ക് കടക്കുന്ന കാലഘട്ടം കൂടിയാണ് അല്ലെ. കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. റിയലിസ്റ്റിക് സിറ്റുവേഷൻസിനോട് കൂടുതൽ ഇടപെടാനായിട്ടൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണെന്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്നുകൂടി. ഓക്കെ, ടീച്ചർ ഒന്നുകൂടി പറയാം. ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ലോജിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ് കുട്ടി ഡിഡക്റ്റീവായിട്ട് റീസൺ ചെയ്യുന്ന ഒരു കാര്യത്തെ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇനി പല പ്രിൻസിപ്പിൾസ് കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്? പ്രത്യേകിച്ച് കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്. അത് കൂടാതെ തന്നെ എന്താണ് സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ശ്രേണീകരണത്തിലും തരംതിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഇനി റിവൈസബിലിറ്റി ഓഫ് തോട്ട്, അതായത് കാലഘട്ടത്തെ മുന്നിലോട്ട് പിന്നിലോട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, മാത്രമല്ല കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലേക്ക് കടക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത് 7 to 11 years എന്നത്, അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, മനസ്സിലായോ? മൂന്നാമത്തെ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ആണ് 4th one, formal operational stage. Formal operational stage. Formal operational stage. ഇത് ഏത് വയസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? 11 and above അല്ലെ. 11 വയസ്സ് മുതൽ അങ്ങ് മുകളിലേക്കുള്ള ഒരു സമയമാണ് കേട്ടോ. 11 and above. ഇവിടെ വരുന്നത് തന്നെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. എഴുതിക്കൊള്ളൂ കേട്ടോ. അബ്സ്ട്രാക്ട് തിങ്കിങ്, abstract thinking, systematic thought, systematic thought, systematic thought, abstract thinking, systematic thought, problem solving, problem solving. ഇനി ഇത് മൂന്നും കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ തിങ്ക് ചെയ്തുകൊണ്ട് കുട്ടി ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു. അതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ അല്ലെങ്കിൽ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി കൊണ്ട് കുഞ്ഞിനെ അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അതിനെ വളരെ സിസ്റ്റമാറ്റിക് അപ്രോച്ചസിലൂടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് എന്താ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്, സിസ്റ്റമാറ്റിക് തോട്ട് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇനി എന്തൊക്കെ വരുന്നുണ്ട്? സെൽഫ് കോൺസെപ്റ്റ് രൂപീകരിക്കുന്നു അല്ലെ. സെൽഫ് കോൺസെപ്റ്റ് എനർജ് ചെയ്യുന്നു. സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് കോൺസെപ്റ്റ് എന്താ? സെൽഫ് കോൺസെപ്റ്റ് സ്വയം ഒരറിവ്, ചിന്ത അല്ലേ. ഞാനെന്ന പേഴ്സണെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എന്റെ വ്യക്തിയെ കുറിച്ചിട്ട് അല്ല, വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ചിന്താഗതികളുണ്ട്, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സമയമാണ് എന്താ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപെടാനായിട്ടും അല്ലെങ്കിൽ മൊറാലിറ്റിയിലൊക്കെ കുറച്ച് വിശ്വസിക്കും, മോറൽ ആയിട്ടുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് തോന്നുന്നതും, പിന്നെന്താണ് പല കാര്യങ്ങളും കൺസേൺ ചെയ്യും, അവർക്ക് കുറെ കാര്യങ്ങൾ പരിഗണനയിൽ ഉൾപ്പെടുത്തും. അങ്ങനത്തെ ഒരു ചിന്താഗതി കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെന്താണ്, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്, അതായത് ഒരു പ്രശ്നത്തിനെ അവർ പല ആംഗിളിലൂടെ നോക്കി കാണാനൊക്കെ ആരംഭിക്കുന്നത് ഈ 11 വയസ്സിന് അങ്ങോട്ട് മുകളിലേക്കുള്ള കാലഘട്ടത്തിൽ. ഓക്കെ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പല ആംഗിൾസ്, അതായത് അവരുടേതായിട്ടുള്ള ചിന്താഗതിയിലൂടെ അവർ നോക്കിക്കണ്ട്
നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചില സമയത്ത് കുട്ടികള് ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, അപ്പൊ നമ്മളത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ തിങ്കിങ് കപ്പാസിറ്റി കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. കുട്ടി പറഞ്ഞത് ശരിയാണെന്ന് പല സന്ദർഭങ്ങളിൽ തോന്നാറുണ്ട്. നമ്മളത്ര ചിന്തിക്കൂല ചിലപ്പോ. അതായത് അവർ ആ ഒരു സമയത്ത് ഒരു പ്രശ്നത്തെ വേറെ രീതിയിൽ നോക്കിക്കൊണ്ട് കാണുന്നത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വേറൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചസിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ പല ആംഗിളിലൂടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ത് കുട്ടികളുടെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്നാണ് പിയാഷെ പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്താണ്? എനിക്ക് നിങ്ങളെ ഉണ്ടാകുന്നതാണ് ഏറ്റവും ദേഷ്യം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേ. മനസ്സിലായി മിസ്. ഇതിപ്പോ മിണ്ടാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുറെ ചോദ്യങ്ങൾ എന്ന് വരുമ്പോ അവിടെ കിടന്ന് വെള്ളം കുടിക്കും. അപ്പൊ എന്താണ്, ഇത് തിയറി നന്നായിട്ട് പഠിച്ചേ മതിയാവും. കാരണം 4 സ്റ്റേജസിനും പല രീതിയിൽ ചോദ്യം ചോദിക്കാം. കൺഫ്യൂഷൻ വരരുത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജ് ഏതാണ്, അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ഏതൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ തൊട്ട് മുന്നുള്ള സ്റ്റേജ് ഏതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണത് പിയാഷെയുടെ തിയറി എന്ന് പറയുന്നത്. കേട്ടിരിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയിരിക്കാം, പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ 4 സ്റ്റേജിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറയാമോ? പേര് പറയാൻ പറ്റുമോ 4 സ്റ്റേജിന്റെ? അറിയാമോ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിപ്പോ 4 ഇപ്പൊ തന്നെ പഠിച്ചു കേട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എപ്പോഴാണ്? 2 to 7 years. ഇയർ പഠിക്കാൻ എളുപ്പമാണ്. ഒരു ഇയർ കഴിഞ്ഞ് അടുത്ത ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് തന്നെയാണ് കേട്ടോ. അങ്ങനെ പഠിക്കണേ, അങ്ങനെ പഠിക്കണം. Then concrete operation stage is 7 to 11 years. Formal operation stage 11. ഓരോ സ്റ്റേജിൽ എന്തൊക്കെ നടക്കുമെന്ന് വളരെ ബ്രീഫ് ചെയ്തിട്ടാണ് പഠിച്ചത് കേട്ടോ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലനേഷനിൽ പഠിപ്പിച്ചു തരും. എങ്കിലും നിങ്ങൾ ഈ സ്റ്റേജ് നന്നായിട്ട് പഠിക്കുക. സെൻസറി മോട്ടോർ സ്റ്റേജിൽ കുട്ടികൾ പ്രധാനമായിട്ട് നടക്കുന്ന എന്താണ്? അവര് ഒരു സാധനം ഏതാണെന്ന് തിരിച്ചറിയുന്നു. പിന്നെ മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ആ ഫസ്റ്റ് സ്റ്റേജിൽ. ഒബ്ജക്ട് പെർമനൻസ് അല്ലെ? ഒബ്ജക്ട് പെർമനൻസ് പറഞ്ഞു പോയിരുന്നത്. ഒബ്ജക്ട് പിയാഷെയുടെ ഏത് സ്റ്റേജിലാണ് ഒബ്ജക്ട് പെർമനൻസ് നടക്കുന്നതെന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഏത് സ്റ്റേജ് ആണ് നമ്മൾ എഴുതേണ്ടത് ആൻസർ? സെൻസറി മോട്ടോർ സ്റ്റേജ്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോ ഇത് എല്ലാ സ്റ്റേജും കൂടി കാണുന്ന വരുമ്പോ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്താണ് തിയറി നല്ല വൃത്തിയായിട്ട് പഠിക്കാതെ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ശ്രദ്ധിക്കാം. പിന്നെ അനിമിസം എന്ന കോൺസെപ്റ്റ് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? അനിമിസം എന്ന കോൺസെപ്റ്റ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ചോദിക്കാം, കുട്ടിയിലെ പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇനി വേറെ തരത്തിൽ ചോദിക്കാം. ഒരു സിറ്റുവേഷൻ വന്നിട്ട് ചിലപ്പോൾ ഒരു പ്രശ്നം ഒരിക്കലും വന്നിരിക്കുന്നത് അല്ലെ? ഒരു പ്രശ്നം തന്നിട്ട്, അതായത് ഒരു കുട്ടിയും ടീച്ചറും തമ്മിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ കൊടുത്താക്കിയാണ്. ഇനി ഈ കുട്ടി ഇത് ഏത് രീതിയിൽ ഇത് പരിഹരിക്കും, അത് ഏത് സ്റ്റേജിലായിരിക്കും പരിഹരിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, പ്രോബ്ലം സോൾവിംഗ് തിങ്കിങ് കപ്പാസിറ്റി ഉള്ള സ്റ്റേജ് ഏതാണ് കുട്ടിക്ക്? ഏത് സ്റ്റേജ് ആണ്? ചോദ്യം വരും കേട്ടോ. ഇനി മാറിപ്പോയത് ഇതിന്റെ ഏജ് മാറുന്നത് 0 to 2, 2 to 7, 7 to 11 and 11. അങ്ങനെ പഠിക്കണം കേട്ടോ, അങ്ങനെ പഠിക്കണേ. തീരെ മനസ്സിലാത്തവരുണ്ടാവില്ലല്ലോ. ഇപ്പൊ ചോദിക്കാം മനസ്സിലാത്തവരുണ്ടെങ്കിൽ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. എന്ത് തോന്നുന്നു, നമ്മളുടെ കുട്ടികളില് ഈ ഒരു സ്റ്റേജസിൽ നടക്കുന്ന മാറ്റങ്ങളാണത്, റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് പഠിച്ചത്. ഓക്കെ, നേരത്തെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും, കുറച്ച് തിയറീസ് ബി എഡ് കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എങ്കിലും
പലർക്കും ഇത് സുപരിചിതം. പുതിയതായിട്ട് പഠിക്കുന്നവരുണ്ടാവും. പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള ആരൊക്കെയാണ്? ഞാൻ പുതിയതായിട്ട് മിസ്. ഞാൻ ഞാനും പുതിയതായിട്ട് പുതിയതായിട്ടാണ് മാം. പഠിക്കുന്നതാണ്. ഇതാണ്. Okay. Yes. മിസ് ബി.എഡിന് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അന്ന് പഠിച്ചതിലും കുറച്ചുകൂടി ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. തിയറി ഇന്ന് ക്ലിയർ ആയിട്ടുണ്ട്. പോയിന്റ് വൈസ് ആയിട്ടാണല്ലോ ഇപ്പൊ പറഞ്ഞേ. അതെ. ഇനി ഇവിടെ നമ്മൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? കോൺക്രീറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലെ മാത്രം കാര്യങ്ങളാണ്. അതായത് മേജർ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് പഠിച്ചു. അതിൽ എക്സ്ട്രാ കുറച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ? ഡ്യൂറിംഗ് ദ ബേസിക് സ്കൂൾ പീരീഡ്, child ability to consume information and accumulate ideas increases and his memory become more efficient. ഈ ഒരു സ്റ്റേജിലെ കുട്ടികൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്? കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും. ഏത് കാലഘട്ടത്തിലാണ് ശ്രദ്ധിക്കുക? ബേസിക് സ്കൂൾ പീരീഡിൽ. അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തില് വിവരങ്ങൾ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആശയങ്ങൾ ശേഖരിക്കാനും അല്ലെങ്കിൽ മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻസുകളാണ് കിട്ടുന്ന വിവരങ്ങളെല്ലാം തന്നെ ഒരു പ്രീ സ്കൂൾ പീരീഡിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് ആശയങ്ങൾ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ എന്താണ് അവന്റെ മെമ്മറി പവർ തന്നെ കാര്യക്ഷമമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, അതായത് അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിലാണ് കുട്ടികൾ വിവരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനും അത് ശേഖരിക്കാനുള്ള കുട്ടിയുടെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? അവന്റെ മെമ്മറി അല്ലെങ്കിൽ അവന്റെ ഓർമ്മ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണിത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, നിങ്ങൾ ഇനി അടുത്ത പോയിന്റ് എന്താ മനസ്സിലായി എന്ന് പറഞ്ഞത്? മനസ്സിലായെന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയേ. ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. 3, 4, 5 ഒന്ന് നോക്കിയേ.
ഓക്കെ, വായിച്ചായിരുന്നോ? വായിച്ചു. സെക്കൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഭാഗം മാത്രമല്ല വായിക്കാൻ പറഞ്ഞത്. അതെ അതെ, ഈ മേജർ ചേഞ്ചസ്. ഓക്കെ. Then second one എന്താണ്? His capacity to generalize as well as ability for logical thinking increase. His capacity to generalize as well as ability for logical thinking increase. എന്താണ് പറയുന്നത്? കൂടുതലായിരിക്കും. അത് ഇൻക്രീസ്. ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? വേർതിരിച്ചെടുക്കാനാണ്. ലൈക്ക് വേർതിരിക്കാന്നാണോ? അല്ലല്ലോ. അല്ല, ഇങ്ങനെ ഡെയിലി ലൈഫിലെ കാര്യങ്ങള് സാമാന്യവൽക്കരിക്കാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നുവെച്ചാ സാമാന്യമായിട്ട് എന്നൊക്കെ പറയാനുള്ള എന്താണ്? പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവർക്കും മനസ്സിലാക്കി എടുക്കുന്നതാണ്. മാം കുറച്ച് സിമ്പിൾ മലയാളം യൂസ് ചെയ്യോ? സിമ്പിൾ മലയാളോ? ഒന്നും മനസ്സിലാവണില്ല മാം. സാമാന്യീകരിക്കുന്നൊക്കെ പറയുമ്പോ മലയാളമാണ്. മനസ്സിലായില്ല. ഒന്ന് മ്യൂട്ട് ചെയ്തേ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണോ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ നിങ്ങക്ക്? മിസ് അങ്ങനെ പറഞ്ഞാലും പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതെങ്ങനെയാണ് പറയേണ്ടത് മാക്സിമം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞത്. അതെ, ജനറലൈസിന്റെ തനി മലയാളമാണ് മാം ഇപ്പൊ പറഞ്ഞത്. എന്നിട്ട് നമ്മളത് പറഞ്ഞു തരുമ്പോ അത് എന്താണെന്ന് നമുക്കത് മനസ്സിലാവും. ഇപ്പം സാമാന്യവൽക്കരിക്കുക എന്ന് പറഞ്ഞ മിസ് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് മിസ് ഇപ്പൊ പറയുമല്ലോ ആ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്ത്, അപ്പൊ നമുക്കത് മനസ്സിലാവും. അല്ല മിസ്, എക്സാമ്പിൾസ് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് പറയുമ്പോ ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കേട്ടോ. മനസ്സിലാവുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്? അവര് എന്താണ് ലോജിക്കലായിട്ട് കുട്ടികളെ തിങ്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? യുക്തിപരമായിട്ട് ചിന്തിക്കണം. അതായത് നമ്മളൊരു കാര്യത്തിനെ കുട്ടി പൊതുവായിട്ട് മനസ്സിലാക്കണം. വലിയ ഇതായിട്ടല്ല, ഡിഫിക്കൽട്ട് ആയിട്ടല്ല കുഞ്ഞ് മനസ്സിലാക്കുന്നത്. ജനറൽ ആയിട്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്ത് കാര്യം നടന്നാൽ മലമറിക്കുന്ന പോലെയല്ല കുഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അവന് മനസ്സിലായ രീതിയിൽ ജനറലൈസ് പൊതുവായിട്ട് കുഞ്ഞ് അത് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതാണ് ഈ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികൾ നടക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പല ആശയങ്ങൾ. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞ പല ആശയങ്ങൾ കുട്ടികള് ശേഖരിക്കുകയാണ്. കൺസ്യൂം ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പല ആശയങ്ങൾ കേൾക്കുകയും അത് സ്വീകരിക്കുകയും അതിനെ കുട്ടി എന്ത് ചെയ്യുന്നു? അതിനെ അത് സൂക്ഷിച്ചു വെക്കും. മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് കുഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്. അപ്പൊ അത്തരം ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനോ സ്റ്റോർ ചെയ്ത് വെക്കുക മാത്രമല്ല, ആശയങ്ങൾ പല സാഹചര്യങ്ങളും കുട്ടിക്ക് എന്താണ് പുറത്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിനെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാനും അതിന് സാമാന്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കുഞ്ഞിന് പറ്റുന്നതാണ്. ഓക്കെ, കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കില്ല. അത്രയുള്ളൂ. ഇത്ര വലിയ കാര്യമൊന്നുമല്ല കേട്ടത്. ഞാൻ പേടിച്ചു ഇങ്ങനെ എന്ത് മലയാളം പറഞ്ഞതാ. ഞാൻ മറ്റേത് പറഞ്ഞത് എന്താണ്? സൈക്കോളജിയിൽ പറയുന്ന വാക്കുകളാണ്. അതിന്റെ എക്സാക്ട് മലയാളം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ പഠിക്കേണ്ടെന്ന് പറഞ്ഞു. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, then the child become more efficient in selecting, developing and applying cognitive operations in relation to material objects. ഇനി ഈ ഒരു സ്റ്റേജിൽ നടക്കുന്ന മറ്റൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? The child become more efficient in selecting. എന്താണ് more efficient in selecting എന്ന് പറയുന്നത്? തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സെലക്ഷൻ കപ്പാസിറ്റി സെലക്ട് ചെയ്യാനായിട്ട് എന്ത് കാര്യമാണെങ്കിലും അവരുടെ ലൈഫിലാണെങ്കിലും പഠനങ്ങളുടെ കാര്യമാണെങ്കിലും എന്താണ് അത് സെലക്ട് ചെയ്യാനായിട്ടാണ് വളരെ എഫിഷ്യന്റ് ആയി മാറുന്നത്. ഈവൻ ഫുഡ്, ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ, പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും അത് സെലക്ടിങ് കപ്പാസിറ്റി തിരഞ്ഞെടുക്കാനായിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സെലക്ടിങ് കപ്പാസിറ്റി കുട്ടിയിൽ എഫിഷ്യന്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യണം.
അതോടൊപ്പം തന്നെ എന്താണ് ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു മെറ്റീരിയൽ ഒബ്ജക്ട്സ്. ഇവിടെ എന്താ പറയുന്നത്? ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു മെറ്റീരിയൽ ഒബ്ജക്ട്സ്. മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്താ? അവരുപയോഗിക്കുന്ന സാധനങ്ങളാണോ മാം? മെറ്റീരിയൽ ഒബ്ജക്ട്സ് അതിന്റെ ചുറ്റുപാടുള്ള സാധനങ്ങളില് എന്ത് ഡെവലപ്പ് എന്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്? ഈ കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ. ഒരാൾ പറയാം, ഒരാൾ ഐശ്വര്യ എന്ന് പറഞ്ഞേ. നമ്മളിപ്പോ ഈ പഠിച്ച ഈ സ്റ്റേജസ് ഒക്കെ പെടൂല മിസൈല്? ഈ പഠിച്ച വൈജ്ഞാനിക വികാസം, സെൻസറി മോട്ടോർ സ്റ്റേജ്, ആ 4 സ്റ്റേജസും പാടെ ഉൾക്കൊള്ളിച്ചിട്ടല്ലേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പറയൂ, ഇങ്ങനെയാണത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇവ 4 സ്റ്റേജസിലും അതിന്റെ റിലേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒബ്ജക്ട്സിനെ ഇവിടെ 4 സ്റ്റേജസ് പറയുന്നില്ല. ഇവിടെ നമ്മൾ ഒരു സ്റ്റേജ് ആണ് പഠിക്കുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ കാര്യം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഈ സ്റ്റേജിൽ കുട്ടിക്ക് ഒരു കാര്യം സെലക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റെന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞുതരില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരില്ല. നിങ്ങളിത് കണ്ടെത്തി അടുത്ത ക്ലാസ്സിൽ പറയണം. വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്നുള്ളൂ. നിങ്ങൾ ആ പോയിന്റ് എന്താണെന്ന് കണ്ടെത്താൻ പറയാം. സെലക്ട് വരെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? കുട്ടിക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എഫിഷ്യന്റ് ആവുന്നു മനസ്സിലായി അല്ലേ? സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? മെറ്റീരിയൽ ഒബ്ജക്ട്സിൽ എന്ത് രീതിയിൽ കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സമാധാനമായിട്ട് കണ്ടെത്തി പറഞ്ഞാൽ ക്ലാസ് കേട്ടോ. ഗോപികക്ക് പറ്റുമോ അത് കണ്ടെത്തി പറയാൻ? ഗോപിക പറയാം മാം. ഗോപിക ഏതിലാണത് പറയും കേട്ടോ, എനിക്കറിയാം. അപ്പൊ അതെന്താണെന്ന് ബാക്കി എല്ലാവരും കണ്ടുപിടിക്കണം. പക്ഷെ അത് അവതരിപ്പിക്കേണ്ടത് ഗോപികയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ആ ഒരു പോയിന്റ് മാത്രം കേട്ടോ, ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. ടാസ്ക് ആയി പോയാ ബുദ്ധിമുട്ടായോ? ഇല്ല മാം, ബുദ്ധിമുട്ടില്ല. ഇല്ല, പറയുമ്പോ ഒരു എക്സാം വിത്ത് ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. പറയാമോ? ബാക്കി 2 സ്റ്റേജ് ഞാൻ പഠിപ്പിച്ചത് കാര്യമില്ല. ബാക്കി 2 കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ തിയറി വളരെ സ്റ്റേജസ് സിമ്പിൾ ആയിട്ട് വന്നത് മനസ്സിലായി. പക്ഷെ ടെക്സ്റ്റിലേക്ക് വന്നപ്പോ നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷൻ വന്നത്? തിയറി ടെക്സ്റ്റില് നമുക്ക് ഇതുപോലെ ഓരോ സ്റ്റേജസ് ഇല്ലല്ലോ. ഇന്റലക്ച്വൽ നോട്ടായിട്ട് തന്നതല്ലേ? 3ാമത്തെ സ്റ്റേജ് മാത്രമല്ലേ ഉള്ളൂ. ഞാനത് പറയട്ടെ പ്ലീസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങളോട്, നിങ്ങളുടെ പിയാഷയുടെ സ്റ്റേജിന്റെ ഒരു സ്റ്റേജ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഒരു സ്റ്റേജ് മാത്രം നല്ലൊരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി എക്സ്ട്രാ സൈക്കോളജി ഒക്കെ പഠിക്കാനായിട്ട് നമ്മുടെ ബാക്കിയുള്ള കുട്ടികൾ ആരും പോകില്ല. എക്സ്ട്രാ ക്ലാസ് പോവോ നിങ്ങൾ സൈക്കോളജി മാത്രം പഠിക്കാനായിട്ട്? ഈ മോണ്ടിസോറി കഴിഞ്ഞിട്ട് ആരും പോകുന്നില്ല. അപ്പൊ പലർക്കും കുറച്ചും കൂടി ഉപകാരപ്രദമാകണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ 4 സ്റ്റേജ് നിങ്ങൾ പഠിപ്പിച്ചു തന്നത്. എനിക്കൊന്നും പഠിപ്പിച്ചേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് മാത്രം പഠിച്ചിരുന്നാൽ അറിയാൻ പറ്റും, അത്ര അറിയുള്ളൂ നിങ്ങൾക്ക്. അപ്പൊ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ വ്യക്തമായിട്ട് ആ 4 സ്റ്റേജ് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്റെ നിർബന്ധം, ഞാനും ഒരു ടീച്ചറല്ലേ, അതുകൊണ്ട് തന്നെയാണ് ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം നിർബന്ധം കൊണ്ട് ഞാൻ പഠിപ്പിച്ചതാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ അത് ഉൾപ്പെടുത്തിയില്ല. അടുത്ത സിലബസ് വരുന്നതിൽ നമ്മൾ ആ ടെക്സ്റ്റിൽ അത് ഉൾപ്പെടുത്തി. ഈ ടെക്സ്റ്റിൽ അത് ഇല്ല. പക്ഷെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടായോ തീയതി പഠിച്ചപ്പോ?
ഇല്ല മിസ്. ഇല്ല മിസ് മാം. പറഞ്ഞിരുന്നു 4 സ്റ്റേജസ് ഉണ്ട്, അതിൽ ഒരെണ്ണം മേലേക്ക് പഠിക്കാനുള്ളൂ, എന്നാലും പറഞ്ഞു തരാന്ന് മിസ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്തപ്പോ മനസ്സിലായി. നിങ്ങൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിൽ ഇല്ലാത്ത തന്നെ എക്സ്ട്രാ പറഞ്ഞു തന്നത്. ഇത് മാത്രമല്ല ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള കാര്യം വെച്ച് പോകാനാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി ക്ലാസ് വരും. അങ്ങനെ പറഞ്ഞു പോയാൽ പെട്ടെന്ന് വരും. അങ്ങനെയല്ല, പഠിക്കുമ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടാണ് പഠിക്കുന്നേ. നമ്മുടെ കൂടെ പഠിക്കുന്നവർ കുറെ പേർക്ക് കുറെ അവസരങ്ങൾ കിട്ടാത്തവരുണ്ട്, കുറെ ക്ലാസ്സുകൾ കിട്ടാത്തവരുണ്ട്, കുറെ രീതിയിൽ കോഴ്സ് പഠിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് കൂടി ഉദ്ദേശിച്ചിട്ടാണ് എക്സ്ട്രാ രീതിയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സ് അങ്ങനെ തന്നെയാണ്. ഇതിലില്ലാത്ത കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എക്സ്ട്രാ ബോണസ് ആണ്. അത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. വേഗം യെസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓരോ സ്റ്റേജസും നന്നായിട്ട് പഠിക്കാം. അതിന് ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. വെറുതെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അധികം ഇടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പഠിപ്പിച്ചത് കേട്ടോ. സൈൻ ഔട്ട് ആരാണ്? Ma'am, sign out by Avani. Thank you so much for today's wonderful class, ma'am. In this class, we learn about Piaget's intellectual development theory and major 4 stages. Really enjoyed learning and sharing ideas with everyone. Thank you, ma'am. Signing out now with a happy heart and gratitude. Thank you, ma'am. Thank you. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you.